Welcome back to Jazzy Yummy Cooking. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ സദ്യയിലൊക്കെ കാണുന്ന കേരള സ്റ്റൈൽ അവിയലിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് തേങ്ങ അരപ്പ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന സൂപ്പർ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു അവിയൽ റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും തന്നെ സദ്യയിലൊരു ഫേവറേറ്റ് ഐറ്റം ആണല്ലോ അവിയൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സദ്യ ഒന്നും വേണമെന്നില്ല, നമുക്ക് കഴിക്കാൻ തോന്നുമ്പോഴെപ്പോഴും അവിയൽ ഉണ്ടാക്കി കഴിക്കാം. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലേക്കായിട്ടുള്ള കഷ്ണങ്ങൾ നമ്മളിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചേന എടുത്തിട്ടുണ്ട്, വാഴയ്ക്കയും മുരിങ്ങയ്ക്കയും ക്യാരറ്റും കുമ്പളങ്ങയും ബീൻസും എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഒരു സവാളയും നമ്മൾ ഇതിലേക്കായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലാണ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. എല്ലാ കഷ്ണങ്ങളും ഏകദേശം ഒരേ നീളത്തിലാവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വാഴയ്ക്ക ഇവിടെ നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മുരിങ്ങയ്ക്കൊക്കെ ഇതുപോലെ തന്നെ 2 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. കുമ്പളങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ വെള്ളരിക്കോ അതുപോലെ ബീൻസിന് പകരം വേണമെങ്കിൽ അച്ചിങ്ങ പയറൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ നേരം അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് 5-6 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ഒരു ചെറിയ വെളുത്തുള്ളിയും 2 പച്ചമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തരുതരിപ്പായിട്ടാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുക്കിങ്ങിനായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യണത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുത്തത് ഇതുപോലെയാണ് കേട്ടോ. തരിതരിപ്പായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ നേരം ചേർക്കുന്ന വെളുത്തുള്ളിയുടെ അളവൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. വളരെ ചെറിയൊരു കഷ്ണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടിയിട്ട് ചുറ്റിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തത് ഇപ്പോഴാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. അപ്പോൾ എല്ലാ അരപ്പും അതുപോലെ ആ മഞ്ഞൾപ്പൊടിയെല്ലാം നമ്മുടെ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. എല്ലാ കഷ്ണങ്ങളിലേക്കും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് പോലെ ഒന്ന് ഇളക്കിയിടാം. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിയലിന് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഉണ്ടോ, ഇപ്പോൾ നമ്മൾ ആ പാത്രം ഒന്ന് ചെരിച്ച് നോക്കുമ്പോൾ അടിയിൽ വളരെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണാം. അത്രയും വെള്ളം മതിയാവും. ഇനി നമ്മുടെ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ആ ഒരു വെള്ളത്തിൽ ഇതൊന്ന് കുക്കായി വന്നോളും. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊരു 20 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം. ഇപ്പോൾ തന്നെ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇപ്പോൾ തന്നെ നമ്മുടെ പാത്രത്തിൽ കാണാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതായത് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഇങ്ങനെ തേങ്ങ നന്നായിട്ട് പൊതിഞ്ഞിരുന്നിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട്, അതായത് ഒരു ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആകുമ്പോഴേക്കും ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ട് നന്നായിട്ട് എന്താ പറയുക കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തൈരാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. നമ്മളിവിടെ 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. അപ്പോൾ കഷ്ണങ്ങളിലേക്ക് ഒക്കെ നന്നായിട്ട് തൈരൊക്കെ ഒന്ന് മിക്സ് ആവുന്ന പോലെ ഒന്ന് ഇളക്കിയിടാം കേട്ടോ. പിന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോവാതെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സമയത്ത് ഇതൊന്ന് ഇളക്കിയിടാനായിട്ട്. ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നു നോക്കാം. ആ ഒരു സമയത്ത് ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ വലിയൊരു ചൂട് ആറിയതിന് ശേഷം വേണം ഇതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റായ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും അവിയലിന് നല്ലൊരു മണം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കറികളിലേക്കൊക്കെ ചെയ്യുന്ന പോലെ ഈ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അല്ല കേട്ടോ നമ്മൾ അവിയലിൽ ചേർത്ത് കൊടുക്കുന്നത്. അവിയലിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് അവിയലിന് നല്ലൊരു കൊതിപ്പിക്കുന്ന മണമൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അവിയൽ ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി മണമാണ്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു അവിയൽ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അവിയലിലെ കഷ്ണങ്ങൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റുമാണ്. അതുപോലെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഈ കറിവേപ്പിലയൊക്കെ ചേർത്തൊന്ന് ഇളക്കിയിടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണമുള്ള ഒരു അവിയലാണ്. അതുപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വളരെ കുറച്ച് ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തത്. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള നമ്മൾ സദ്യയിലൊക്കെ കാണുന്ന അതേ സ്റ്റൈലിലുള്ള അവിയലാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല അവിയൽ റെഡിയാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ പറയാം. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.